ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. എന്താ കാരണം നിങ്ങൾക്കറിയാലോ, അത് കോഴികൾ തന്നെ. അപ്പോൾ കോഴികളെ വിടാൻ വേണ്ടി പോകാട്ടോ. അപ്പോൾ പാലക്കാട് ടു ചെറുപ്പളശ്ശേരി വരുന്നവർക്ക് അറിയാം, ഇവിടെ റോഡ് പണി നടക്കുന്ന കാരണം ഇപ്പുറത്തെ റോഡിൽ കൂടെ ആട്ടോ വണ്ടികളൊക്കെ പോകുന്നത്. അങ്ങനെ ഞാൻ പുതിയ പാലം പണി നടക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതാ പുതിയ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരെ ഞങ്ങൾ കുന്നുംപുറത്തേക്ക് കയറി കേട്ടോ. അങ്ങനെ എൻ്റെ വീടെത്തിയിട്ടുണ്ട്. ഞാൻ നേരെ ഓടി ചെന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വിടാൻ പോയിട്ടോ. കാരണം അവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വല്ല രാവിലെ ആയിക്കഴിഞ്ഞാൽ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞവരെ വല്ല ജയിലിൽ അടച്ച അവസ്ഥയിലാട്ടോ. ഒരു കൂടിൻ്റെ വാതിലിൻ്റെ അവിടെ പറക്കാൻ പയ്യ. അങ്ങനെ ഞാൻ ചെന്നപ്പോഴത്തേക്കും അവർ തലയൊക്കെ പുറത്തേക്ക് ഇട്ട് നോക്കി. ഞാൻ അവരൊന്ന് ജയിലിൽ നിന്ന് റിലീസാക്കി ഗൈസ്. എല്ലാവരും പുറത്ത് കയറിയിട്ടുണ്ട്. ഞാൻ അവർക്ക് തീറ്റ ഇട്ട് കൊടുക്കണില്ല. കാരണം എന്താണെന്ന് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പിന്നാലെ വരുന്നത് നോക്കി. ഞാൻ നടക്കുന്നതോറും എൻ്റെ പിന്നാലെ വരും അവർ. കണ്ടോ എൻ്റെ പിന്നാലെ വരുന്നത്? ഇത് കാണിക്കാനാണ് ഞാൻ അവർക്ക് തീറ്റ ഇട്ട് കൊടുക്കാനത്. ഇവൻ്റെ പേരെന്താണെന്നറിയോ? എൻ്റെ അനിയ പെൺകിട്ട പേരാണ് കൊത്തിലൻ അഥവാ കൊത്താത്തവൻ. അതിന് ഞാൻ കുട്ടികളെയും കൂടെ വിറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പൊരിഞ്ഞ കോഴികളെ നോക്കി. ഇതാണ് ഞാൻ പൊരുന്നാൻ വെച്ച് കൊടുത്ത പൊരിഞ്ഞ കോഴികൾ. 3 എണ്ണത്തിന് വെച്ചിട്ടുണ്ട്. എന്താവുന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാനാ പൊരുന്നാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ നേരെ മൾബറി മരത്തിൻ്റെ അവിടെ ഇങ്ങോട്ട് പോയി. പിന്നെ പേരക്ക, ഞങ്ങളിവിടെ ഇല്ലാത്തപ്പോൾ പൂക്കുന്ന കുറച്ച് ഐറ്റംസിൽ പെട്ടാണ് ഈ പേരക്ക, മൾബറി, അതേപോലെ കോവക്ക, അങ്ങനെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ്. ഇത് ഞങ്ങളെ പുളിമരമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, മാഷാ അല്ലാ. പിന്നെ ഞങ്ങൾ നേരെ ചെന്നിട്ട് ഞാൻ അതാ പൂക്കാത്തൊരു സാധനം ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ പൂത്തിട്ടുണ്ട്. അതാണ് ഈ മുള്ളൻ ചക്ക. പിന്നെ ഞാൻ തിരിച്ചു പോവുക കേട്ടോ. കോഴിക്കുട്ടികളൊക്കെ മുളച്ചിട്ട് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബായ്.